السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശവ്വാൽ മാസപ്പിറവിക്ക് ശേഷം, പെരുന്നാൾ ആഘോഷത്തിന് ശേഷം 6 നോമ്പിലൂടെ കടന്നു പോവുകയാണ് സത്യവിശ്വാസികൾ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശങ്ങൾ, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ആശയങ്ങൾ, സലഫുസ്സാലിഹിൻ്റെ മഹിതമായ മാതൃകകൾ പറഞ്ഞുകൊടുക്കുന്ന ധാരാളം സദസ്സുകളുണ്ടായി. ധാരാളം സംഭാഷണങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടായി. ഒരുപാട് ലഘുലേഖകളും പുസ്തകങ്ങളും ഇറങ്ങി. ആളുകൾ മതവുമായി അടുത്തു, മതത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടു. തഖ്വയും ഈമാനും ഇഖ്ലാസും വർദ്ധിച്ചു. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം നഷ്ടമായോ, അതെല്ലാം പൊയ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ശവ്വാൽ 1 മുതൽ ശഅബാൻ 30 വരെയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ സന്ദേശങ്ങളത്രയും. ഇബാദത്തുകളും അമലുകളും ആരാധനകളുമൊക്കെ നിശ്ചയിക്കപ്പെട്ടത് തഖ്വയുണ്ടാകാനാണ്. എങ്കിൽ ആ തഖ്വ നമുക്ക് അടുത്ത ശഅബാൻ 30 വരെ നിലനിർത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ എല്ലാവരും ദീനിൻ്റെ മഹിമ സംസാരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹത്വം പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുമ്പോൾ, സഹാബാ കിറാമിൻ്റെ മഹത്വം പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒരാൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരിൽ, പരിശുദ്ധ ഖുർആനെതിരിൽ, സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾക്കെതിരിൽ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ, അനുചിതമായ അസംബന്ധങ്ങൾ, അബദ്ധങ്ങൾ, അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വളരെ ഗുരുതരമായ വിഷയങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ അവതരിപ്പിച്ചപ്പോൾ ആ ഖുർആനിൽ തന്നെ പറഞ്ഞ വിഷയമാണ്
ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെയും 64-ാമത്തെയും ആയത്തിൽ പറഞ്ഞു, വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ് വമാ അൻസൽനാ ഇലൈക ഇല്ലാ ലിതുബയ്യിന ലിന്നാസ്. ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഖുർആനിൽ അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്തെല്ലാം റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം അനുസരിക്കുവാനുള്ള ഒരു സ്ഥലം എവിടെയും കാണുന്നില്ല. അള്ളാഹുവിനെ മാത്രം അനുസരിക്കുവാനുള്ള കൽപ്പന കാണുന്നില്ല. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അത്തിയുല്ലാഹ വർ റസൂൽ. സൂറത്ത് നിസായിൽ 59, 60, 80 ആയത്തുകളിലെല്ലാം അത് പറയുന്നുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇദ്നില്ലാ. അപ്പോൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന കൽപ്പനയുടെ ഭാഗമാണ് റസൂലിനെ അനുസരിക്കുക. റസൂലിനെ അനുസരിച്ചാൽ ആ ആൾ അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത്. അപ്പോൾ റസൂൽ എന്ന കവാടത്തിലൂടെയാണ് അള്ളാഹുവിനുള്ള അനുസരണം. അതുകൊണ്ടാണ് സൂറത്തു ആലു ഇമ്രാൻ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കണം. ഉമാ അതാകുമുർ റസൂലു ഫഖുദൂഹു. സൂറത്ത് ഹസ്ർ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് റസൂൽ കൊണ്ടുവന്ന് നിങ്ങൾ എടുക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു. അവിടുന്ന് നിരോധിച്ച് നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ ആ നിലക്ക് നമുക്ക് റസൂലിനെ അനുസരിക്കേണ്ടതുണ്ട്. മൂന്നാമതായി സഹാബത്തിനെയാണ്. അള്ളാഹു സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. ജനങ്ങളെല്ലാം വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു അവർ പറയും, അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. മരമണ്ടന്മാർ വിശ്വസിച്ച പോലെ, പടുവിഡ്ഢികൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന്. അല്ല, അലാ ഇന്നഹും ഹുമുസ്സുഫഹാ, അവരാണ് വിഡ്ഢികൾ. അടുത്ത് 135-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സഹാബികളെ നിങ്ങൾ വിശ്വസിച്ച പോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലാണ്. അപ്പോൾ സഹാബിമാർ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം. സൂറത്ത് നിസാ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. സത്യമെന്താണെന്ന് വ്യക്തമായ ശേഷം, നാം വ്യക്തമാക്കി തന്ന ശേഷം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിര് പ്രവർത്തിക്കുന്നവരാരോ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നവരാരോ, അവർ പോകുന്നിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയുമെന്ന്. ഇവിടെ വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ പിൻപറ്റേണ്ടത് വിശ്വാസികളുടെ മാർഗമാണ്. അതാണ് സഹാബത്തിൻ്റെ മാർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ. മുഹാജിറുകളും അൻസാറും അവരെ നല്ല നിലക്ക് പിന്തുടർന്നവരുമായ എല്ലാവരും റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സൂറത്ത് ബയ്യനയിൽ അവസാനത്തെ ആയത്തിൽ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. റബ്ബിനെ ശരിക്ക് ഭയപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ സഹാബത്തിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി. എൻ്റെ ഒരു സഹാബിയെയും നിങ്ങൾ ചീത്ത പറയരുത്. നിങ്ങളിലൊരാൾ ഉഹുദ് മലയോളം ചെലവാക്കി, ഉഹുദ് മല ഒരു പർവ്വതത്തിൻ്റെ അത്ര സ്വർണം ചെലവഴിച്ചു എങ്കിൽ അത് എൻ്റെ ഒരു സഹാബിയുടെ ഒരു മുദ്, 2 കയ്യിൻ്റെ കോരൽ, അല്ലെങ്കിൽ നസീഫഹു അതിൻ്റെ പകുതി, ഒരു കോരൽ, അവിടേക്ക് എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അത്രയും മഹിതമാണ് പ്രവർത്തനങ്ങൾ. അത്തരം സഹാബിമാരെക്കുറിച്ച് മോശമായി സംസാരിക്കുക എന്നത് ആരുടെ പരിപാടിയാണ്? സഹാബത്തിനെ ചീത്ത പറയുക, വിമർശിക്കുക എന്ന സംവിധാനം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് കാട്ടുകള്ളൻ, കപടൻ, ചൂഷകൻ, വഞ്ചകൻ, കള്ളക്കച്ചവടക്കാരൻ, പിന്നെ കൈക്കൂലി വാങ്ങുന്നവൻ, കൈക്കൂലി കൊടുക്കുന്നവൻ തുടങ്ങിയ വാക്കുകളാണ്. അത് ചരിത്രത്തിൽ ഷിയാക്കളാണ് ആ രീതിയിൽ അവതരിപ്പിച്ചത്. അഹമ്മദ് ഖമാരി എന്ന ഷിയ പണ്ഡിതൻ പറഞ്ഞത് തെമ്മാടിയാണ്,
മുനാഫിക്കുകളാണ്, സഹാബിമാരല്ല. അബൂ സുഫിയാൻ സഹാബിയല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സഹാബിയല്ല, മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയല്ല എന്ന്. രണ്ടാമതായി അബ്ദുൽ ഹയ്യ് ഇബ്നു സിദ്ദീഖുൽ ഗമാരി പറഞ്ഞത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും പറ്റി തെമ്മാടിക്കൂട്ടം എന്നാണ്, താന്തോന്നി സംഘം എന്നാണ്. അതുതന്നെയാണ് മൂന്നാമതായി അബ്ദുള്ള അൽ ഗമാരിയും പറഞ്ഞത്. അബൂ ഇസ്ഹാഖുൽ ഹുവൈനി നാലാമതായി ഇതേ രീതിയിൽ സംസാരിച്ചു. ഇതെല്ലാം ശിയാക്കളാണ്. അഞ്ചാമതായി മിക്രീസി. പിന്നെയോ ആറാമതായി ഇബ്നുൽ മുത്തഹർ. ഇബ്നുൽ മുത്തഹർ പറഞ്ഞത് മുആവിയ ഇബ്ലീസ് ആണെന്നാണ്. നഊദു ബില്ലാഹ്. ഇനി അവരുടെ അതേ വഴിയിലൂടെയാണ് അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് എന്ന ആധുനിക ചരിത്രകാരൻ സഞ്ചരിച്ചത് എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരേ തുവൽ പക്ഷിയായ യാത്രികനായ സയ്യിദ് ഖുത്ബ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. സയ്യിദ് ഖുത്ബ് പറഞ്ഞത് മൗലാന മൗദൂദിയിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ പഠിച്ചത് എന്ന്. മൗലാന മൗദൂദി പറഞ്ഞത് സയ്യിദ് ഖുത്ബിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ പഠിച്ചത് എന്നാണ്. ഈ റമദാൻ മാസത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുകയും ഖുർആനെ ദുർവ്യാഖ്യാനിക്കുകയും ബുഖാരി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയുകയും ചെയ്ത പ്രസംഗകനും ജമാഅത്ത് നേതാവാണ്, പ്രാദേശിക നേതാവാണ്. സയ്യിദ് ഖുത്ബ് നുണ, ചതി, വഞ്ചന, കാപട്യം, കൈക്കൂലി, കൊള്ളരുതായ്മകൾ എന്നിവയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂട്ടരുടെയും സ്വഭാവശീലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഷിയാക്കളുടെ അതേ ആരോപണം തന്നെയാണ്. അബ്ദുൽ മുഅ്തി അമീൻ അൽ ഖൽഅജി എന്ന ഷിയ പണ്ഡിതൻ പറഞ്ഞത്, ഇന്ന് റമദാനിൽ ഇദ്ദേഹം പറഞ്ഞ അതേ ആരോപണമാണ്. എന്ത്? മക്കയിലെയും മദീനയിലെയും സിറിയയിലെയും ഒക്കെ മിമ്പറുകളിൽ വെച്ച് 40 കൊല്ലത്തോളം ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് ശാപപ്രാർത്ഥന നടത്താൻ ഏൽപ്പിച്ചു, നടത്തിച്ചു എന്നാണ്. ലോക ചരിത്രത്തിൽ ഷിയാക്കളും അവരുടെ അനുകൂലികളുമല്ലാതെ ആരും ഇതെവിടെയും ഉദ്ധരിച്ചിട്ടില്ല. പ്രാമാണികമായി ആരും അംഗീകരിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. ആയിരക്കണക്കിന് സഹാബിമാർ ജീവിച്ചിരുന്നു. ആ സഹാബിമാരാരും എതിർത്തതായും അവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സംഭവം തന്നെ കാണുന്നില്ല. പക്ഷേ അത് ഷിയാക്കൾ കൊണ്ടു നടന്നു. ഇന്ന് ജമാഅത്തുകാർ അത് ചിലർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ജമാഅത്തുകാർ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ അബ്ബാസ് മഹ്മൂദ് അഖാദ്, സയ്യിദ് ഖുത്ബ്, ഖാലിദ് മുഹമ്മദ് ഖാലിദ്, അബ്ദുൽ വഹാബ് നജ്ജാർ തുടങ്ങി നമ്മൾ ഇന്ന് പലരും വായിക്കുന്ന പല പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താക്കൾ ഇതുപോലെ സഹാബിമാരെക്കുറിച്ച് മോശമായി എഴുതിയവരാണ്. അതിൻ്റെ ആഗോള ഉദാഹരണമാണ് മൗലാന മൗദൂദി റഹിമഹുല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അൽ ഖിലാഫത്ത് വൽ മുൽക്ക് എന്ന ഗ്രന്ഥത്തിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ പല സഹാബിമാരെക്കുറിച്ചും മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിരാക്ഷസനായി അറിയപ്പെട്ടിരുന്ന ടി മുഹമ്മദ് സാഹിബ്, പ്രബോധനത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ, അദ്ദേഹം അവതാരിക എഴുതിയൊരു പുസ്തകമുണ്ട്, അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച രക്തസാക്ഷ്യം. അതിൽ പറയുന്നുണ്ട്, ഒരു ഹദീസിന് 1 ദീനാറ് എന്ന് വെച്ച് കള്ളമായി ഹദീസ് ഉണ്ടാക്കി വിറ്റ് നടന്നിരുന്ന കച്ചവടക്കാരനാണ് അബൂ ഹുറൈറ. അതേ ആരോപണം തന്നെയാണ് ഈ ചങ്ങാതിയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നതും അതുപോലുള്ള പല സഹാബിമാരെ പറ്റിയും. അങ്ങനെ പല സഹാബിമാരും കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളുമാണ്, നേർക്കുനേരെ അല്ലെങ്കിലും ഒരു കൊലപാതകത്തിന് കൂട്ടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് സഹാബിമാരെ ആക്ഷേപിക്കുന്നുണ്ട്. മൗലാന മൗദൂദി റഹിമഹുല്ല പറഞ്ഞത്, ആദ്യകാല നൂറ്റാണ്ട് എന്നല്ല, സഹാബത്തിൻ്റെ കാലം കഴിയുമ്പോൾ തന്നെ ഖുർആന്റെ അർത്ഥവും ആശയവും ജനങ്ങൾക്ക് മനസ്സിലാകാതായി എന്നാണ്. ഈ മഹാനായ പ്രസംഗകൻ പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ തന്നെ ഖുർആൻ പിന്നെ അപ്രത്യക്ഷമായി തുടങ്ങി.
അവഗണിക്കപ്പെട്ടു തുടങ്ങി. ആളുകൾ അതൊന്നും നോക്കാതെയായി, ഖുർആന് വിലയില്ലാതായി എന്നാണ്. എവിടെയാണ് ഖുർആൻ കത്തിത്തിളങ്ങി വിളങ്ങി നിന്ന കാലമല്ലാതെ മങ്ങി മറിഞ്ഞ് മറന്നുപോയ കാലം? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ശേഷം ആ ഉത്തമ നൂറ്റാണ്ടുകളിൽ ആരും ഖുർആനെ ഒഴിവാക്കിയിട്ടില്ല, അവഗണിച്ചിട്ടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു പോലും ധാരാളമായി ഖുർആൻ ഓതി നിസ്കരിച്ചിരുന്നു, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. അത് ക്രൂരന്മാരാണെന്ന് ചരിത്രത്തിൽ പല ആളുകളും പറയുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പോലുള്ള ആളുകൾ വരെ രാത്രി ഒരുപാട് മണിക്കൂറുകൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതിയിരുന്നു. പക്ഷേ വളരെ മോശമായ രീതിയിലാണ് അവരെ പറ്റിയൊക്കെയുള്ള പ്രചാരണം. അപ്പോൾ ഖുർആൻ അവഗണിക്കപ്പെട്ടൊരു കാലമുണ്ടായിട്ടുണ്ടോ? എല്ലാ കാലഘട്ടങ്ങളിലും ഖുർആന് പഠിതാക്കൾ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ സഹാബിമാരുടെ കാലത്ത് തന്നെ ഓരോ പള്ളിയിലും ധാരാളം അരുമശിഷ്യന്മാർ ഖുർആൻ പഠിക്കാൻ വർഷങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം താബികളും അതിനുശേഷമുള്ള ആളുകളുമൊക്കെ ഖുർആന്റെ പഠനത്തിലും അതിൻ്റെ ഗവേഷണത്തിലും സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഖുർആന്റെ അർത്ഥവും ആശയവും ആർക്കും മനസ്സിലാകാതായിട്ടില്ല, അന്നും ഇന്നും മനസ്സിലാകാതായിട്ടില്ല. തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അത് ഇടമറിയാത്ത ഒരു പ്രവാഹമാണ് എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതമുണ്ട്, അവിടത്തേക്ക് നാവുണ്ട്, അവിടുന്ന് സംസാരിച്ചിരുന്നു. അവിടുന്ന് സംസാരിച്ചത് എവിടെയാ? അവിടുന്ന് സംസാരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ബുഖാരി ഉള്ളത്, സഹീഹുൽ ബുഖാരി. അപ്പോൾ സഹീഹുൽ ബുഖാരി അസഹുൽ കുതുബ് ബഅദൽ കിതാബ് ബഅദൽ ഖുർആൻ, ഖുർആന് ശേഷമുള്ള ഏറ്റവും സഹീഹായ ഗ്രന്ഥം എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. റസൂലുള്ളാഹിക്ക് ശേഷം 200 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നൊരു ഗ്രന്ഥത്തെപ്പറ്റി റസൂല് തന്നെ പറയണമെന്നാണോ? ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഏറ്റവും സഹീഹായ ഗ്രന്ഥം ബുഖാരിയാണ്, അതിനുശേഷം മുസ്ലിമാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ ശിയാക്കൾക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി ഉന്നയിക്കുന്നത് ചേകനൂർ മൗലവിയാണ്. രണ്ടാമതായി ഉന്നയിക്കുന്നത് ജമാഅത്തുകാരാണ്. ഒന്നാമത്തേത് ചേകനൂരാണ്. ഈ പറഞ്ഞ വാദങ്ങളെല്ലാം ചേകനൂരിൻ്റെ കൃതികളിലുണ്ട്, ശിയാക്കൾ പറഞ്ഞ അതേ വാദങ്ങൾ. അതുകൊണ്ടാണ് ഇമാം ഖുമൈനി റഹിമഹുല്ല മരിച്ചപ്പോൾ ജമാഅത്തുകാർ പറഞ്ഞത് ഇസ്ലാമിക ലോകത്തിന് തീരാ നഷ്ടം എന്ന്. മൗലാന മൗദൂദി റഹിമഹുല്ല മരിച്ചപ്പോൾ ഷിയാക്കൾ പറഞ്ഞത് ഇസ്ലാമിക ലോകത്തിന് തീരാ നഷ്ടം. രണ്ടും അവർക്ക് നഷ്ടമാണ്, അല്ലേ? ഈ രീതിയിലുള്ള തക്ഫീറിന്റെ വാദങ്ങൾ, മുസ്ലിങ്ങളെ കാഫറാക്കുന്ന ഏർപ്പാടുകൾ, അത് ഷിയാക്കൾക്കുള്ളതാണ്. മല്ലം യഗ്തമ്മ ബിആശൂറ ഫഹുവ കാഫിർ, മുഹറം 10 ദുഃഖമാചരിക്കാത്തവൻ കാഫറാണെന്ന് അശ്ശഹീദ് മാസികയിൽ ഷിയാക്കൾ എഴുതി. ഇസ്ലാമിലുള്ളതാണോ? മുഹറം 10 ദുഃഖം ആചരിക്കാനാണോ റസൂലുള്ളാഹി പറഞ്ഞത്? നോമ്പെടുക്കാനല്ലേ? ആണ്. കർബല യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ? അള്ളാഹു പറഞ്ഞതാണോ? സഹാബത്ത് പറഞ്ഞതാണോ? ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവൻ ഒടുക്കിയവരുടെ ബന്ധുക്കൾ പറഞ്ഞതാണോ? ആ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ബാക്കിയായവർ പറഞ്ഞതാണോ? അല്ല. ഈജിപ്തിലെ ആ കാലഘട്ടത്തിലെ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസറിനെ പറ്റി നരകത്തിലേക്ക് പോയി എന്നാണ് പറയുക. നരകത്തിലേക്ക് പോയി എന്നൊരാളെ പറ്റി അങ്ങനെ പറയാൻ പറ്റും? ഒറ്റ വ്യക്തിയെ പറ്റി ശിർക്ക് ചെയ്താൽ നരകത്ത് പോകുമെന്ന് പറയാം, കുഫറുണ്ടായ നരകത്ത് പോകുമെന്ന് പറയാം. പക്ഷേ ഒരാൾ നരകത്തിലേക്ക് പോയി എന്നങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഈ തക്ഫീർ ജമാഅത്താണ് നമ്മളെ ലോകത്ത് പറഞ്ഞത് വോട്ട് ചെയ്യാത്തവനെ പറ്റി കാഫറാണെന്ന്, തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളാണെന്ന്. അപ്പോ ഈ തക്ഫീർ, കാഫറാക്കുന്ന ഏർപ്പാട് മുസ്ലിം സമൂഹത്തിലെ നിസ്കാരമുള്ള, സക്കാത്തുള്ള, നോമ്പുള്ള, ഹജ്ജുള്ള, തൗഹീദുള്ള ആളുകളെ കാഫറാക്കുന്ന ഏർപ്പാട് ഷിയാക്കളുടേതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാഫർ എന്ന് വിളിക്കുന്നു, മകനെ കാഫർ എന്ന് വിളിക്കുന്നു, പിതാവിനെ കാഫർ എന്ന് വിളിക്കുന്നു. അങ്ങനെ പലരും. ഈ പ്രസംഗകൻ കാഫർ എന്ന് വിളിച്ചിട്ടില്ല, പക്ഷേ പറഞ്ഞത് കാട്ടുകള്ളൻ എന്നാണ്. കാട്ടുകള്ളൻ. എന്താ കട്ടത്? എന്താ മോഷ്ടിച്ചത്? അള്ളാഹുവിൻ്റെ ഖുർആൻ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് തൗബ 26-ാമത്തെ ആയത്തിൽ ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി അലൽ മുഅ്മിനീൻ.
അള്ളാഹു സൂറത്തു തൗബ 26 അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം ഇറക്കി കൊടുത്തു, വിശ്വാസികൾക്ക് സമാധാനം ഇറക്കി കൊടുത്തു. അൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ ഇറക്കി കൊടുത്തു എന്നും. ആ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു. അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്ത ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. തിർമിദിയിലെ 3018 ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയ, ജനങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന ആളായി മുആവിയെ മാറ്റണേ റബ്ബേ. മഹ്ദിയൻ, സ്വയം ഹിദായത്ത് ലഭിച്ച, അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയ ആളാക്കി മാറ്റണേ. വഹ്ദി ബിഹി, അദ്ദേഹത്തിലൂടെ അല്ലാഹുവേ ജനങ്ങൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല റസൂലുള്ള ഭാവി കാലത്തുണ്ടാകാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച്, യുദ്ധവിജയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കപ്പൽ യാത്ര ചെയ്ത് എൻ്റെ സമുദായം, എൻ്റെ സഹാബിമാർ, എൻ്റെ സമുദായം വിജയം കൊയ്യുന്നത്, രാജാക്കന്മാരെ പോലെ വിരാജിക്കുന്നത് ഞാൻ കാണുന്നു എന്ന്. ഉനാസും മിൻ ഉമ്മത്തി യുറിദു അലയ്യ, ചില ആളുകളെ എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. യർകബൂനൽ ബഹ്റ അൽ അഖ്ദറ, കടൽ കടന്നു പോകുന്നു. കൽ മുലൂക്ക്, രാജാക്കന്മാരെ പോലെയാണ്. ആദ്യമായി കപ്പൽ പോരാട്ടം നടത്തിയ ആൾ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഏത് കാലഘട്ടത്തിലാണ്? ഹിജറ 27 കൊല്ലത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. അബ്വലു ജയ്ഷിൻ മിൻ ഉമ്മത്തി യഗ്സുൽ ബഹർ ഖദ് ഔജബു, ബുഖാരിയിലെ ഹദീസാണ്. ആദ്യമായി കപ്പൽ യാത്ര ചെയ്ത് പോരാട്ടം നടത്തുന്ന എൻ്റെ സമൂഹത്തിലെ ആളുകൾക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ മുആവിയ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് എന്നാണ്? അദ്ദേഹം പറയുകയാണ്, അസ്ലംതു യൗമൽ ഖദിയ്യ. യൗമുൽ ഖദിയ്യ എന്ന് പറഞ്ഞാൽ ഉംറത്തുൽ ഖളാ ആണ്. ഹുദൈബിയ സന്ധി ഹിജറ 6 വർഷത്തിലാണ് നടന്നത്. അന്നവർ മടങ്ങിപ്പോരുകയാണ് ഉംറക്ക് പോകാതെ. അടുത്ത വർഷം ഉംറക്ക് പോവുകയാണ്. ആ ഉംറത്തുൽ ഖളാഇനാണ് ഉംറത്തുൽ ഖദിയ്യ. ആ ദിവസത്തിലാണ് ഞാൻ മുസ്ലിമായത്. വലാകിൻ കതംതു ഇസ്ലാമി അൻ അബി, എൻ്റെ വാപ്പയിൽ നിന്ന് ഞാൻ ഇസ്ലാമായ കാര്യം മറച്ചു വെച്ചു. കാരണം ബാപ്പ ഭയങ്കര ദേഷ്യത്തിലാണ്. ബദർ യുദ്ധം അറിയാലോ. ബദർ യുദ്ധത്തിൻ്റെ തുടക്കക്കാരൻ അബൂ സുഫിയാനാണ് അല്ലേ? അബൂ സുഫിയാൻ്റെ കച്ചവട യാത്രാ സംഘത്തെ തടുത്തു നിർത്താനാണ് ഈ ബദർ യുദ്ധം തുടങ്ങിയത് അല്ലേ? അപ്പോൾ ഇസ്ലാമിനോട് വലിയ ദേഷ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് മകൻ ഇസ്ലാം സ്വീകരിച്ചാൽ, ആ കാലഘട്ടത്തിൽ ആളുകൾ ഇസ്ലാമിനെ മറച്ചു വെച്ച് നടക്കുകയെന്ന്. മദീന കാലഘട്ടത്തിൽ കുഫർ മറച്ചു വെച്ച് ഇസ്ലാം പരസ്യപ്പെടുത്തിയെന്ന്. ഞാനും മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുന്നു. മറിച്ച് ഇസ്ലാമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് മക്കാ ജീവിത കാലഘട്ടത്തിൽ ആളുകൾ ഇസ്ലാമിനെ മറച്ചു വെക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. സുമ്മ അലിമ ബിദാലിക, പിന്നെ വാപ്പ അറിഞ്ഞു. ഫഖാല ലി ഹദാ അഖൂക യസീദ് വഹുവ ഖൈറും മിൻക, നിന്നെക്കാൾ നല്ലവനായ യസീദ് ഇതാ നമ്മുടെ പഴയ മതത്തിൽ തന്നെയാണല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനിനി അതിന് പിന്നോട്ട് പോകൂല. ഞാൻ ഹുദൈബിയ സന്ധിയുടെ ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോയി. അടുത്ത വർഷം ഇവിടെ വന്നല്ലോ ഉംറത്തുൽ ഖളാഇന്. ആ ദിവസം ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ട്, സത്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ മക്കാ വിജയ ദിവസം വന്നു. പിന്നെ മക്കത്തുള്ള ആൾക്കാർക്കൊക്കെ ഇസ്ലാമാകാൻ ഒരു പേടിയുമില്ലാതായി മാറി. ആ സമയത്താണ് മക്കാ വിജയത്തിൻ്റെ ദിവസമാണ് ഞാൻ ഇസ്ലാം പ്രഖ്യാപിച്ചത്. അപ്പോൾ നബിയുടെ അടുക്കൽ ചെന്നു ഞാൻ. ഫറഹബ ബി, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർഹബ, സ്വാഗതം ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുൽ വഹി, ഖുർആൻ ഇറങ്ങുന്ന വഹിയിൽ എഴുതി വെക്കുന്ന ആളായി മാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ എഴുതി വെക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയെ നിയോഗിച്ചു, കത്തുകൾ എഴുതുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന് ധാരാളം ഹദീസുകൾ അദ്ദേഹത്തിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് വെറും 18 വയസ്സാണ്. പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും നയനൈപുണ്യവും സിയാസത്തും രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം ഉണ്ടായിരുന്നു. 163 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ
അതിൽ ബുഖാരി മുസ്ലിമും യോജിച്ച 4 ഹദീസുകളുണ്ട്. ബുഖാരിയുടേത് മാത്രമായത് 4 ഹദീസുകളുണ്ട്, മുസ്ലിമിൻ്റെത് മാത്രമായ 5 ഹദീസുകളുണ്ട്. അതിനപ്പുറം വേറെയും ധാരാളം ഹദീസുകളുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ സ്വീകാരം ലഭിച്ചിട്ടുണ്ട്. വിമർശകൻ പറയുന്നു, മുആവിയ റളിയല്ലാഹു അൻഹു മുഹാജിറുമല്ല അൻസാറുമല്ല, പിന്നെയോ തുലഖാഇൽപ്പെട്ട ആളാണ്. ആരാ തുലഖാ? മക്കാ വിജയ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000-ൽ പരം ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടും ക്രൂരത കാണിച്ച ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ചോദിച്ചു, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? അപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു? അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരൻ, മാന്യനായ സഹോദരൻ്റെ മകൻ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരെ ഇന്ന് യാതൊരു പ്രതികാര നടപടിയുമില്ല. അതാണ് തുലഖാ. അവരിൽപ്പെട്ട 2000 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട 2000 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ് വിമർശകന്റെ ആക്ഷേപം. അങ്ങനെയല്ല. ഉംറത്തുൽ ഖളാഇന്റെ ദിവസമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് റിപ്പോർട്ടുകൾ കാണുന്നു. അല്ലെങ്കിൽ പിന്നെ മക്കം ഫതഹിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. ബാപ്പ മക്കം ഫതഹിന്റെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ, തൊട്ടുമുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ്. ശരി, 1 മുആവിയ തുലഖായിൽപ്പെട്ട ആളല്ല. 2 തുലഖാ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവരാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളുടെ മേൽ യാതൊരു കുറ്റവും ഇല്ല, ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് 2-3 ആൾക്കാരെ കൊല്ലണ്ടുണ്ടായിരുന്നു, അത് കൊഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറ്റവിമുക്തരാണ്. അപ്പോൾ അതൊരാക്ഷേപമല്ല. 3-മതായി ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി യജുബ്ബു മാ ഖബലഹു, അതിനുമുമ്പുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശരി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപാഠവും അതുപോലുള്ള നൈപുണ്യവും യുദ്ധ സാമർഥ്യവുമൊക്കെ നിലവിൽ വരുന്നത്. ഹിജറ 15-ാമത്തെ വർഷം ഒരു നാടിൻ്റെ മോചനത്തിന് വേണ്ടി ഫത്ഹു ഖയാസിറ എന്ന ആ ഖയാസിറത്ത് എന്ന നാടിൻ്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചു. അദ്ദേഹം ആ രാജ്യത്തെ ഉപരോധിച്ചു, ലക്ഷക്കണക്കിന് ശത്രുക്കളെ വകവരുത്തി ആ നാടിനെ മോചിപ്പിച്ചെടുത്തു. പിന്നീട് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം നൽകി. അങ്ങനെ ഡമസ്കസിൽ ഏൽപ്പിച്ചു. പിന്നീട് അത് സിറിയ മുഴുവനുമുള്ള ഗവർണർ സ്ഥാനമായി അത് വളർന്നു. കപ്പൽ സൈന്യമുണ്ടാക്കി തുടങ്ങി. ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആ ഗവർണർ സ്ഥാനം കൂടുതൽ നിലനിർത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ഉപജാപങ്ങൾ ഉണ്ടായ കാലം ഓർമ്മയുണ്ടാകും. ഒരുപാട് ഫിത്നകളുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ വെച്ച് തടങ്കലിൽ വെച്ചു. അദ്ദേഹത്തെ കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട് അന്ന്. ആ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു വന്നു. വേറെയും 2 ആളുകളെയും വിളിച്ചു. ശൂറ നടത്തി. 3 ആളുകളോടാണ് ശൂറ നടത്തിയത്. ആ ശൂറയിൽ ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു. മുആവിയ റളിയല്ലാഹു അൻഹു ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചത്. റസൂലുള്ളാഹിനെ വിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സിറിയയിലേക്ക് പോരിൻ, ഷാമിലേക്ക് പോരിൻ, അവിടെ സുരക്ഷിതത്വമുണ്ട്. ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു സൈന്യത്തെ ഞാൻ അയച്ചു തരാം മദീനയിലേക്ക്, അത് വേണ്ട, ചോര ചിന്ത ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുആവിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്. സാരമില്ല, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അവനാണ് ഏറ്റവും ഭരമേൽപ്പിക്കപ്പെടാൻ നല്ലവൻ എന്ന്. അങ്ങനെ അവസാനം നിങ്ങൾക്കറിയാം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ താടിക്ക് പിടിച്ച് കൈ ഉയർത്തി കഴുത്തിന് വെട്ടി ശത്രുക്കൾ കൊന്നൊടുക്കുകയുണ്ടായി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായി. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ
അദ്ദേഹത്തിൻ്റെ ചോര പുരണ്ട വസ്ത്രം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോര പുരണ്ട വസ്ത്രം സിറിയയിലേക്ക് മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കൊടുത്തയച്ചു. അദ്ദേഹം കണ്ണുനീരോടുകൂടി ആ വസ്ത്രം മിമ്പറിന്മേൽ കാണിച്ച് പ്രദർശിപ്പിച്ചത് ആ ജനങ്ങളെ, നമ്മുടെ അമീറുൽ മുഅ്മിനീൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ വികാരഭരിതരായി, അവർ ഇതിന് പ്രതികാരം ചോദിക്കണം എന്ന നിലയിൽ രംഗത്തിറങ്ങി. അവർ പലരും പല തീരുമാനങ്ങളും എടുത്തു. ഇനി വിശ്രമമില്ല എന്ന രീതിയിൽ. ഇതാണ് ആ കാലഘട്ടത്തിലുണ്ടായ ഒരു വിഷയം. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി മദീനയിൽ സ്ഥാനമേറ്റു. അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മുഴുകി. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ ഒതുക്കേണ്ടതുണ്ട്, അടക്കേണ്ടതുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. ഒരു ഭരണം ഖലീഫ ഏറ്റെടുത്താൽ ആ രാജ്യത്ത് എല്ലാവരും ബൈഅത്ത് ചെയ്യണമെന്നാണ് നിയമം. ബൈഅത്ത് ചെയ്യാതിരുന്നാൽ പറ്റുകയില്ല. ബൈഅത്ത് ചെയ്യൽ നിർബന്ധമാണ്. സാവകാശമുണ്ടാകാം, പല ആളുകളും സാവകാശമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കലാണോ ആദ്യം വേണ്ടത്, അതല്ല സാമ്രാജ്യത്തിൻ്റെ സുസ്ഥിരത നിലനിർത്തലാണോ വേണ്ടത്? രണ്ടും ഇജ്തിഹാദിയായൊരു വിഷയമാണ്, ഗവേഷണപരമായ വിഷയമാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആദ്യം ഭരണമൊന്ന് സ്ഥിരപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തായിരുന്നില്ല മുആവിയ റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും. അവരൊക്കെ പറഞ്ഞത് ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്നവർക്കെതിരെ നടപടിയെടുക്കണം. ഒന്നുകിൽ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റുകയില്ല. ചരിത്രകാരന്മാരെല്ലാം അത് പറയുന്നുണ്ട്. വിമർശകന്മാർ പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള പോരാട്ടം ഖിലാഫത്തിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഖലീഫയാകണമെന്ന് പറഞ്ഞു എന്നാ? ഇല്ല, മുആവിയ ഖലീഫയാകണമെന്ന് അന്നൊന്നും പറഞ്ഞിട്ടേയില്ല. പിന്നെയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചോരക്ക് പകരം കാണിക്കണം എന്നാണ്. ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖിലാഫത്തിൻ്റെതായിരുന്നില്ല പ്രശ്നം, പിന്നെയോ പകരം ചോദിക്കുന്നതായിരുന്നു പ്രശ്നം. ഇമാമുൽ ഹറമൈനി പറഞ്ഞിട്ടുണ്ട്, ഹൈത്തമി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രശ്നം ഇന്നതായിരുന്നു? 10-20 പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്കതിൽ വായിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മുസ്ലിമിലെ 2916 ഹദീസിലൂടെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിലൊരു വിഷയം പറഞ്ഞു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സുമയ്യ, യാസിർ, അമ്മാർ അറിയാമല്ലോ അല്ലേ? മസ്ജിദുൻ നബവി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഓരോ കല്ല് ചുമന്നുകൊണ്ട് പള്ളിയുണ്ടാക്കാൻ നടക്കുമ്പോൾ അമ്മാർ 2 കല്ലാണ് ചുമന്നിരുന്നതും. എല്ലാരെപ്പോലെയും ഒരു കല്ല് ചുമന്നാൽ പോരെ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ കൂലി കിട്ടാനാണെന്ന് പറഞ്ഞു. ആ മഹാന്മാരുടെ കൂടെയാണ് നമുക്കൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലെ പൊടിമണ്ണ് തട്ടിക്കൊണ്ട് സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്തുലുഹു അൽ ഫിഅത്തുൽ ബാഗിയ, ഒരു അതിക്രമം ചെയ്യുന്ന ഒരു വിഭാഗം ഈ ആളെ കൊന്നുകളയുമെന്ന്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഇതിനൊരു ബാക്കി ഭാഗമുണ്ട്. ഇതിന് ശേഷം എന്നാണ് അമ്മാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതെന്നാണ്? അത് സിഫീൻ യുദ്ധത്തിൻ്റെ ദിവസമാണ്. ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവും രണ്ട് ഭാഗത്തും ആരാ? സഹാബിമാരാണ്. 2 ഭാഗത്തും സഹാബിമാരാണ്. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഒരു ഭാഗത്തും ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്, കൊല്ലുന്നത്, അമ്പെയ്യുന്നത്, വാളുകൊണ്ട് വെട്ടുന്നത്, വെട്ടേൽക്കുന്നത്, അമ്പെയ്യുന്നത്, അമ്പേൽക്കുന്നത് എല്ലാം സഹാബിമാരാണ്. സിഫീൻ യുദ്ധവും അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും മുആവിയ റളിയല്ലാഹു അൻഹു മറുഭാഗത്തുമാണ്. 2 ഭാഗത്തും സഹാബിമാരുണ്ട്. 2 ഭാഗത്തും സഹാബിമാരുണ്ട്. അവർ 2 പേരും വന്നത് ദീനിന് വേണ്ടിയാണ്. ആയിഷ ബീവി ഇറങ്ങിയതും ദീനിന് വേണ്ടിയാണ്.
അലി ഇമാം ഇറങ്ങിയതും അങ്ങനെ തന്നെ, മുആവിയ റളിയല്ലാഹു അൻഹു ഇറങ്ങിയതും അങ്ങനെ തന്നെ. അപ്പോൾ ബദറിൽ പങ്കെടുത്ത ആളുകളൊക്കെ അന്ന് അലി റളിയല്ലാഹുവിൻ്റെ ഭാഗത്താണുള്ളത്, ശരിയാണ്. പക്ഷേ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളിൽ ഇസ്ലാം എന്തു പറയുന്നു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ത് പറയുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിൽ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ, വിശ്വാസികളിൽപ്പെട്ട 2 വിഭാഗം പരസ്പരം യുദ്ധം ചെയ്താൽ ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് അതിക്രമമായി പെരുമാറിയാൽ, ക്രമം വിട്ട് പെരുമാറിയാൽ, ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ, ആരാണോ അക്രമം ചെയ്യുന്നത് അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരുന്നവരെ. ഫഇൻ ഫാഅത്, അവർ മടങ്ങി വന്നാലോ, ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, അവരോട് നിങ്ങൾ നീതിയോടെ പെരുമാറണം. വഅഖ്സിതു, അവരോട് നീതി പാലിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്ത് പറയുന്ന വിഷയം മുഅ്മിനുകളിൽപ്പെട്ട 2 വിഭാഗം എന്നാണ്. ക്രമം ആയി പെരുമാറിയവരും ക്രമം വിട്ട് പെരുമാറിയവരും ആരാണ്? കാഫിറുകളാണോ? അല്ല. മുനാഫിക്കുകളാണോ? അല്ല. പിന്നെയോ മുഅ്മിനുകളാണ് എന്നാണ്. അപ്പോൾ 2 വിഭാഗവും മുഅ്മിനുകളാണ്. ഇമാം ദഹബി റഹിമഹുല്ല പറയുകയാണ്, ഹും ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, മുഅ്മിനുകളിൽപ്പെട്ട ഒരു വിഭാഗം. ബഗത്ത് അലൽ ഇമാം അലി, അലി റളിയല്ലാഹുവിനെതിരെ ക്രമം വിട്ട് പെരുമാറിയ, അക്രമം ചെയ്ത ആൾക്കാർ അവരാരാണ്? അവർ മുഅ്മിനുകളാണ്. ഇബ്നുൽ അറബി പറയുകയാണ്, ഈ ആയത്ത് ധരിച്ചുകൊണ്ട്, എന്ത്, ഇവര് മുഅ്മിനുകളാണ്, മുസ്ലിങ്ങളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നു, അലി റളിയല്ലാഹുവിനോട് യുദ്ധം ചെയ്ത ആളുകൾ അബദ്ധം പറ്റിയവരാണ്, തെറ്റുപറ്റിയവരാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അടുത്ത കാലത്ത് ഈ വിഷയത്തിന് നൽകിയ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ലാക്കിൻ മുജ്തഹിദൂൻ, അവർ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവർ ഇജ്തിഹാദ് ചെയ്തതാണ്. അവരെ വാദപ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഇജ്തിഹാദ് അനുസരിച്ച് അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ അതിലവർക്ക് കൂലിയുണ്ട്. കാരണം എന്താ? ഇജ്തിഹാദിൽ ശരിയായാൽ 2 കൂലിയും, ഇജ്തിഹാദ് പിഴച്ചാൽ 1 കൂലിയും എന്നാണ്. അപ്പോൾ മുതാലബത്ത് ബിദമി ഉസ്മാന്റെ ചോരക്ക് പകരം ചോദിക്കലാണ് ഒന്നാമത്തത് എന്ന അവരുടെ ഇജ്തിഹാദാണ് വിഷയമായത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഫതഹുൽ ബാരിയിൽ പറയുന്നു, അന്നഹും കാനു ത്വായിഫത്തൈനി, അവർ 2 പേര്, 2 വിഭാഗങ്ങളാണ്. വഹും മുജ്തഹിദൂന, അവര് ഇജ്തിഹാദ് ചെയ്തവരാണ്. ലാ ലൗമ അലൈഹിം, അവരെപ്പറ്റി നമുക്ക് ആക്ഷേപിക്കാനൊന്നും പറ്റൂല, അവരെ ആക്ഷേപിക്കാൻ നമുക്ക് പറ്റുകയില്ല. കാരണം ഫി ഇത്തിബാഇ ളുനൂനിഹിം, അവർക്ക് മനസ്സിലായ ലെന്നിനെ അവർ പിൻപറ്റിയതാണ്. ലാക്കിൻ മഅ്ദൂറൂൻ, അവർക്ക് ന്യായമുണ്ട്, അവർക്ക് ഒഴികഴിവുണ്ട്. എന്താ കാരണം? അവർക്ക് മനസ്സിലായ വ്യാഖ്യാനമാണ് അവർ സ്വീകരിച്ചത്. ലിത്തവീൽ അല്ലദീ ലഹറ ലഹും. ഇമാം ഖുർത്തുബി പറയുകയാണ്, വഹുസ്നുൽ ലന്നി ബിഹിം, അവരെപ്പറ്റി നല്ലത് വിചാരിക്കണം, സഹാബത്തിനെ പറ്റി നല്ലത് വിചാരിക്കണം. കാരണം എന്താണ്? യഖ്തലി ഹുസ്നുൽ ലന്നി ബിഹിം യഖ്തലി അൻ യുലന്ന ബിഹിം ഖസ്ദുൽ ഖൈർ, അവർ നല്ലത് വിചാരിച്ചതാണ്, അവർ നന്മത് വിചാരിച്ചതാണ്. പക്ഷേ വാഖ്തഹു, അവർക്ക് പെസക് പറ്റിയിട്ടുണ്ട്, പക്ഷെ നല്ലതാണ് വിചാരിച്ചത്. ഇബ്നു ഹജർ റളിയല്ലാഹു റഹിമഹുല്ല പറയുകയാണ്, വലന്നു ബിസ്സഹാബ, സഹാബത്തിനെ പറ്റിയുള്ള നമ്മുടെ വിചാരം എന്തായിരിക്കണം? ഫി തിൽക്കൽ ഹുറൂബ്, യുദ്ധങ്ങളിൽ, അന്നഹും കാനു മുതഅവ്വിലീന, അവർ വ്യാഖ്യാനിച്ചവരാണ്. വലിൽ മുജ്തഹിദിൽ മുഖ്തിഇ അജ്റുൻ, ഇജ്തിഹാദിൽ പെസക് പറ്റിയാലും 1 കൂലിയുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം
ഇവിടെ തീരുന്നില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു അരമണിക്കൂർ നേരത്തെ കൂടി വരണം, എന്നിട്ട് നമുക്ക് തീർത്തിട്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബത്തിനെ കുറിച്ചുള്ള വിചാരവും വിശ്വാസവും നല്ല നിലക്ക് കൊണ്ട് നടക്കാൻ നമുക്ക് പഠനങ്ങൾ ആവശ്യമാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അഭിപ്രായ ഭിന്നതകളും അതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ത് പറയുന്നു? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണ് പറയുന്നത്? ഷിയാക്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഷിയാക്കളെ അനുകൂലിക്കുന്ന ജമാഅത്തുകാരുടെ, ചേകുനൂരികളുടെ, അതുപോലെ പലരുടെയും അഭിപ്രായങ്ങൾ വ്യക്തമാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എന്തു പറയുന്നു? ഒന്ന്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഖലീഫ, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, തിൽക ദിമാഉൻ, അത് അന്ന് സംഭവിച്ച യുദ്ധങ്ങളാണ്. തഹറല്ലാഹു യദയ്യ മിൻഹ, ആ ചോരയിൽ നിന്ന് അള്ളാഹു എൻ്റെ കയ്യിനെ ശുദ്ധമാക്കിയിട്ടുണ്ട്, ഞാനതിൽ പങ്കെടുത്തിട്ടില്ല. അഫലാ ഉതഹിറു മിൻഹ ലിസാനി, എന്നാൽ പിന്നെ എൻ്റെ നാവിനെയും ഞാൻ അതിൽ നിന്ന് ശുദ്ധമാക്കിക്കൂടെ? ഞാൻ വർത്താനം പറഞ്ഞാണ്ട് ചോരയാക്കണോ? കയ്യമ്മ ചോരയായിട്ടില്ല, പിന്നെ തൊള്ളോണ്ട് ചോരയാക്കണോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. രണ്ട്, ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, ഖിതാലുൻ, യുദ്ധം, ഷഹീദഹു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഗിബ്ന, അതിന് സാക്ഷിയായത് സഹാബിമാരാണ്, നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല. വ അലിമു, അവരതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. വജഹിൽന, നമുക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. വജ്തമഉ, അവർ ചില കാര്യങ്ങളിൽ യോജിച്ചിട്ടുണ്ട്. ഇത്തബഅന, അതിൽ നമ്മൾ പിൻപറ്റുക. വഖ്തലഫു, അവരഭിപ്രായ വ്യത്യസ്തരായുള്ള ചില കാര്യങ്ങളുണ്ട്. ഫവഖഫ്ന, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുക, നമ്മൾ പെൻഡിങ്ങിൽ വെക്കുക. ഇതാണ് ഹസൻ അൽ ബസരിയുടെ വാക്ക്. മൂന്ന്, ജഅഫർ സാദിഖ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും പറയുന്നില്ല. സൂറത്ത് ത്വാഹയിലെ 52-ാമത്തെ ആയത്തുണ്ട്, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്, അതിനെപ്പറ്റിയൊക്കെയുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പെസക് പറ്റുകയില്ല, അവന് മറവി സംഭവിക്കുകയില്ല. ഫിർഔനോട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലയോട് ചോദിച്ചു, താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാ അഖൂലു ഫീഹിം ഇല്ലൽ ഹുസ്ന, ഏറ്റവും നല്ലതല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല. തിൽക ഉമ്മത്തുൻ, എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ 141-ാമത്തെ ആയത്ത് ഓതി. എന്താണ് 141, 145, രണ്ടായത്തുണ്ട്, ഒരേമാതിരി. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്ത് വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അതൊരു സമുദായം, അത് കഴിഞ്ഞു പോയി. അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദിക്കുകയില്ല എന്നാണ് ആയത്തിൽ പറയുന്നത്. 5, ഇമാം ഖൈറുവാനി പറയുകയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, വഅൻ ലാ യുദ്കറ അഹദും മിനസ് സഹാബ ഇല്ലാ ബി അഹ്സനി ദിക്രിൻ, ഒരു സഹാബിയെക്കുറിച്ചും ഏറ്റവും നല്ല രീതിയിലല്ലാതെ സംസാരിക്കാൻ പറ്റുകയില്ല. എന്തിനെപ്പറ്റി? അമ്മാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ തർക്കങ്ങളെക്കുറിച്ച്. വഅന്നഹും അഹ്ദന്നാസി അഹഖുന്നാസി അൻ യുൽതമസ ലഹും അഹ്സനൽ ലന്ന്, ഏറ്റവും നല്ലത് വിചാരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ് ആര്? സഹാബിമാർ. ശരി. 6-മതായി ഇബ്നു ബത്വ എന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ റഹിമഹുല്ല പറയുകയാണ്, നകുഫ് അമ്മാ ശജറ ബൈന അസ്ഹാബി റസൂലില്ലാ,
സഹാബിമാർക്കിടയിലുണ്ടായ തർക്കങ്ങളിൽ നമ്മൾ ഒന്നും പറയാതെ അത് തടഞ്ഞു വെക്കുകയാണ്. ഷഹീദു അൽ മശാഹിദ മഅഹു, അവർ റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാത്തിലും പങ്കെടുത്തവരാണ്. വസബഖുന്നാസ ബിൽ ഫദ്ലി, അവർ ജനങ്ങളെക്കാളേറെ ശ്രേഷ്ഠതയിൽ മുന്നിലെത്തിയവരാണ്. ഫഖദ് ഗഫറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെയോ വ അമറക ബിൽ ഇസ്തിഗ്ഫാരി ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വത്തഖറുബു ഇലൈഹി ബിമഹബ്ബതിഹിം, അവരെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വഫറദ ദാലിക അലാ ലിസാനി നബിയി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വഹുവ യഅലമു മാ സയകൂനു മിൻഹും, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. വഅന്നഹും സയക്തതിലൂന, അവരിങ്ങനെ യുദ്ധം ചെയ്യുമെന്നൊക്കെ അള്ളാഹ്ക്കറിയാലോ. വഇന്നമാ ഫുദ്ദിലു അലാ സായിരിൽ ഖൽഖി, അവർ എന്നിട്ടും അവർ മറ്റുള്ള സൃഷ്ടികളെക്കാളേറെ ശ്രേഷ്ഠരാക്കപ്പെടുകയാണ് ഉണ്ടായത്. ലിഅന്നൽ ഖതഅ വൽ അംദ ഖദ് വുളിഅ അൻഹും, മനഃപൂർവമായതും അബദ്ധമായതും അവരിൽ നിന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വകുല്ലു മാ ശജറ ബൈനഹും മഗ്ഫൂറുൻ ലഹും, അവർക്കിടയിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പൊറുക്കപ്പെട്ട കാര്യമാണ്. നമ്മളതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടതില്ല. 7, ഇമാം അബൂബക്കർ ബഖില്ലാനി റഹിമഹുല്ല പറയുകയാണ്, നകുഫു അൻഹു, നമ്മളതിനെപ്പറ്റി ഒന്നും പറയേണ്ട. നതറഹമു അലൽ ജമീഅ, അവർക്കെല്ലാവർക്കും കരുണ കൊടുക്കട്ടെ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാം. വനുസ്നി അലൈഹിം, അവരെ പ്രശംസിക്കാം. വനസ്അലുല്ലാഹ ലഹുമുർ റിദ്വാന വൽ അമാന വൽ അഫ്വ വൽ ജിനാൻ, അവർക്ക് സ്വർഗത്തിന് വേണ്ടി, മാപ്പിന് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. വനഅ്തഖിദ് അന്ന അലിയൻ അലൈഹിസ്സലാം അസ്വാബ ഫീമാ ഫഅൽ, അലി റളിയല്ലാഹു അൻഹു ചെയ്ത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വലഹു അജ്റാനി, അദ്ദേഹത്തിന് 2 കൂലിയുണ്ട്. ഇജ്തിഹാദിൽ ശരിയായാൽ 2 കൂലിയുണ്ട്. വ അന്ന സഹാബത റളിയല്ലാഹു അൻഹും, സഹാബിമാരാകട്ടെ, മാ സദറ മിൻഹും, അവരിൽ വിഷയങ്ങൾ, കാന ബി ഇജ്തിഹാദി, അവരുടെ ഇജ്തിഹാദ് കൊണ്ടാണ്. ഫലഹും അൽ അജ്റു, അവർക്കും കൂലിയുണ്ട്. അലിക്ക് 2 കൂലിയുണ്ട്, ബാക്കിയുള്ളവർക്ക് 1 കൂലിയുണ്ട്. വലാ യുഫസ്സഖൂന, അവരെ നമ്മൾ അധർമ്മികൾ എന്ന് പറയരുത്, ഫാസിഖാണെന്ന് പറയരുത്. വലാ യുബദ്ദഊന, ബിദ്അത്തിന്റെ ആൾക്കാരാണ്, പുതുതായി പല കാര്യങ്ങളും ചെയ്തതാണെന്ന് പറയരുത് എന്നാണ്. മുആവിയ ബിദ്അത്തുകാരനാണ് എന്നാണ് ജമാഅത്തുകാരൻ പ്രസംഗിച്ചത്. അതാണ് ബിദ്അത്ത് എന്ന്. കൂട്ടപ്രാർത്ഥനയും കുനൂത്തും അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുർ റാത്തീബും എന്നല്ല ബിദ്അത്ത്. പിന്നെയോ അമീറിനെ അനുസരിക്കണം എന്നുള്ള ഹദീസ് പുതുതായി ഉണ്ടാക്കിയിട്ട് അതാണ് ബിദ്അത്ത് എന്നാണ് ഈ ജമാഅത്തുകാരൻ പ്രസംഗിച്ചത്. പണ്ഡിതന്മാരെന്താ പറയുന്നത്? അവരെ ബിദ്അത്തിന്റെ ആൾക്കാരൻ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹ് 18-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം, ഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, മരച്ചുവട്ടിൽ അവർ താങ്കളോട് കരാർ ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു വരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇജ്തിഹാദിന്റെ ഹദീസോദി. എന്താണ്? ഇദാ ഇജ്തഹദ, ഒരാൾ ഇജ്തിഹാദ് ചെയ്തു, ഫഅസാബ, എന്നിട്ട് ശരിയായി, ഫലഹു അജ്റാനി, 2 കൂലി. വഇദ ഇജ്തഹദ, ഇജ്തിഹാദ് ചെയ്തു, ഫഅഖ്തഅ, പെശക് പറ്റി, ഫലഹു അജ്റുൻ വാഹിദ്, 1 കൂലി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്, ഫമാ ലന്നുക ബി ഇജ്തിഹാദിൻ മിൻ മൻ റളിയല്ലാഹു അൻഹു വറദു അൻഹു. നമ്മളെ സാധാരണ ഒരു പണ്ഡിതൻ ഇജ്തിഹാദ് ചെയ്തിട്ട് തെറ്റായാൽ പോലും 1 കൂലിയാണല്ലോ എങ്കിൽ അയാൾ ആക്ഷേപിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബിമാരുടെ ഇജ്തിഹാദിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? വയദുല്ലു അലാ സിഹത്തി ഹാദൽ ഖൗൽ, ഞാനീ പറഞ്ഞത് സത്യമാണെന്നതിന് തെളിവെന്താ? ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, ലിൽ ഹസനി, ഹസനോട്, ഹസനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഇന്ന ഇബ്നി ഹാദാ, എൻ്റെ ഈ മോന്
ബുഖാരിയിലെ 7109 ഹദീസാണ്. ബുഖാരിയിലെ 7109 ഹദീസിൽ പറയുന്നത്, ഇന്ന ഇബ്നി ഹാദ, എൻ്റെ ഈ മോന് സയ്യിദുൻ, ഒരു നേതാവാണ്. സയസ്ലിഹുല്ലാഹു ബൈന ഫിഅതൈനി അളീമത്തൈനി മിനൽ മുസ്ലിമീൻ, രണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് മഹാസംഘങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ സന്ധിയെപ്പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിലെന്താ തെളിവ്? ഒന്ന്, രണ്ട് മഹത്തായ എന്ന് പറഞ്ഞു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു മഹത്തായ സംഘമാണ്, മറുകക്ഷിയും മഹത്തായ സംഘമാണ്. രണ്ടാമത് മുസ്ലിമീ എന്ന് പറഞ്ഞു, കാഫിരി എന്നല്ല, മുസ്ലിങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഫഅസ്ബതൽ ഉലമത ലികുല്ലി വാഹിദത്തിൻ മിൻ അത്വായിഫത്തൈൻ, രണ്ട് സംഘങ്ങൾക്കും മഹത്വമുണ്ടെന്ന് കൽപ്പിച്ചു അല്ലാഹു റസൂല്. വഹകമ ബിഹാ ബിസിഹത്തിൽ ഇസ്ലാം, അവർ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നും പറഞ്ഞു. ഫഖദ് വഅദല്ലാഹു ഹൗലാഇൽ ഖൗമി ബിനസ്ഇൽ ഗില്ലി മിൻ സുദൂരിഹിം. സൂറത്തുൽ ഹിജ്ർ 47-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന. ഖിയാമത്ത് നാളിൽ വിശ്വാസികൾ തമ്മിലുള്ള എല്ലാ പകയും ദേഷ്യവും ഈറയും ഒക്കെ നാം ഊരിക്കളയും. ഇഖ്വാനൻ അലാ സുററിൻ മുതഖാബിലീൻ, പരസ്പരം അടുത്ത് അങ്ങോട്ടും മുഖാമുഖമായിട്ട് കട്ടിലിങ്ങനെ ഇരുന്ന് അവർ വർത്താനം പറയും. അതുകൊണ്ട് വയജിബുൽ കഫ് അമ്മാ സജറ ബൈനഹും, അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കണം. വസ്സുകൂതു അൻഹു, ഇതാണ് വേണ്ടത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ 8-ാമത്തേത് പറയാൻ, ഇന്ന ഹാദിഹിൽ അസാർ അൽ മർവിയ ഫി മസാവിഹിം, സഹാബിമാരെക്കുറിച്ചുള്ള മോശമായ ഹദീസുകൾ, സഹാബിമാരെക്കുറിച്ചുള്ള മോശമായ വാചകങ്ങൾ, മിൻഹാ മഹുവ കദിബ്, ചിലത് കള്ളമാണ്. വമിൻഹാ മഹുവ സീദ വനുഖിസ വഗുയ്യിറ, ഒന്നുകിൽ കുറച്ച് ഏറി അല്ലെങ്കിൽ പറ്റ കുറഞ്ഞ് അല്ലെങ്കിലോ മാറ്റം വരുത്തി. അൻ വജ്ഹിഹി, ശരി, അതിനെപ്പറ്റിയൊക്കെ എന്താ വേണ്ടത്? ഫസ്സഹീഹു മിൻഹു, ഇനി സഹീഹായ ഹദീസുകളുണ്ട്, കറക്റ്റായിട്ടുള്ളത്. അങ്ങനെന്ത് അവർ സഹാബിമാരിങ്ങനെ തല്ലിയിട്ടുണ്ട്, യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ശരിയാണല്ലോ അല്ലേ? യുദ്ധത്തിൽ കൊന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു, ഷഹീദായിട്ടുണ്ട്. ആരാ? സഹാബിമാരാണ്. ഒരാളെ തെരഞ്ഞു പിടിച്ച് കൊല്ലതാണോ? അല്ല, യുദ്ധത്തിന് വന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണ്. അതിൽ സഹാബിമാരും പെടും, അല്ലാത്തവരും പെടും. അപ്പോൾ അതൊക്കെ സത്യമാണ്. അതിനെപ്പറ്റി എന്ത് പറയണം? ഹും ഫീഹി മഅ്ദൂറൂൻ, അവരതിൽ ഒഴികഴിവുള്ളവരാണ്. ഇമ്മാ മുജ്തഹിദൂന മുസീബൂൻ, ഒന്നുകിൽ ഇജ്തിഹാദ് ചെയ്തു ശരിയായി, വ ഇമ്മാ മുജ്തഹിദൂന മുഖ്തിഊൻ, അല്ലെങ്കിൽ ഇജ്തിഹാദ് ചെയ്തു തെറ്റുപറ്റിയിട്ടുണ്ട്. പ്രസംഗിച്ച ആൾ പറഞ്ഞത് ഇമാം ഇബ്നു കസീറിൻ്റെ കിതാബിൽ നിന്നും ഷഹർസ്ഥാനിയുടെ കിതാബിൽ നിന്നും പിന്നെ മൗദൂദിൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ എടുത്തതെന്നാ. ഇബ്നു കസീർ റഹിമഹുല്ല ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്തെ ചരിത്രങ്ങൾ സനദോടുകൂടി അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നാണുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും അതുപോലെ പല സഹാബിമാരെ പറ്റിയും മോശമായ കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതി അത് അംഗീകരിച്ച് അത് സ്ഥിരപ്പെടുത്തി എന്നിട്ടതിന്മേൽ വിധി പ്രസ്താവിക്കുകയാണ് മൗദൂദി ചെയ്തത്. മൗദൂദി സഹാബിമാരെ മോശമാക്കാനാണ് ചെയ്തത്. ഇബ്നു കസീറോ ചരിത്രം അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞു എന്നും അതിൽ സനത് പരിശോധിച്ചാൽ അത് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇബ്നു കസീറും മൗദൂദിയും ഒരേപോലെയല്ല. എന്നാൽ ഇബ്നു കസീറിൻ്റെ തഫ്സീർ ചരിത്രത്തിൽ ആ സംഭവങ്ങളെപ്പറ്റിയെല്ലാം വന്ന എല്ലാ റിപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കെന്ത്? അതാണ് വായിക്കുന്നത്. എന്താ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലശേഷം സംഭവിച്ച കാര്യങ്ങൾ. ഫമിൻഹും മാ വഖഅ മിൻ ഗൈരി ഖസ്ദിൻ, അത് ഉദ്ദേശപൂർവമല്ലാതെ കരുതിക്കൂട്ടിയല്ലാതെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. കയൗമിൽ ജമൽ യുദ്ധം അങ്ങനെയാണ്, അതൊരു കരുതിക്കൂട്ടിയുള്ള പരിപാടിയല്ല. വമിൻഹും മാ കാന അൻ ഇജ്തിഹാദിൻ, ഇജ്തിഹാദ് അനുസരിച്ച് ഉണ്ടായതാണ്, അതാണ് കയൗമി സിഫീൻ യുദ്ധം. വൽ ഇജ്തിഹാദു
ഇജ്തിഹാദ് എന്നത് യുഖ്തിഉ വ യുസീബു, ശരിയാകാം തെറ്റാകാം. വലാക്കിൻ സാഹിബുഹു മഅ്ദൂർ, ഇജ്തിഹാദ് ചെയ്ത ആൾക്ക് ഒഴികഴിവുണ്ട്. വ ഇൻ അഖ്തഅ, പെസക് പറ്റിയാലും. വ മഅ്ജൂർ, കൂലിയുമുണ്ട്. ഐലൻ വ അമ്മൽ മുസീബ് ഫലഹു അജ്റാനി, ശരിയായ ആൾക്ക് 2 കൂലിയുണ്ടെന്നേ ഉള്ളൂ. ശരി. 10 ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുകയാണ്, വത്തഫഖ അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ചിരിക്കുന്നു അലാ വുജൂബി അലാ വുജൂബി الطعن على أحد من الصحابة بسبب ما وقع في ذلك على عدم وجوب على نهي الطعن എന്നായിരിക്കും എഴുതിയത്. എന്താ വെച്ചാൽ ആ സഹാബിമാർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു നിലക്കും ആക്ഷേപം പറയാൻ പാടില്ല എന്ന കാര്യത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ചിരിക്കുന്നു. ശരി, ഇതൊക്കെയാണ്. ഇനിയും ഒരുപാട് 18-20 പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയല്ലാതെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷിയാക്കളുടെ കടുപ്പപ്പെട്ട റാഫിലികൾ, പിന്നെ ഹദീസിൻ്റെ നിഷേധികൾ, ഇസ്ലാമിക രംഗത്തുനിന്ന് മാറി താമസിക്കുന്ന ആൾക്കാർ ഒക്കെയാണ് ഈ രീതിയിൽ അല്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ശരി, ഇമാം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിമർശകന്മാർ പറയുന്നില്ല. രണ്ടും പറയണ്ടേ നീതിയാണെങ്കിൽ, അല്ലേ? വിധി പറയാൻ നമുക്ക് അവകാശമില്ല. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഹദീസ് പറഞ്ഞു. ആദ്യം നരകത്തിൽ പോവുക ആരാണ്? ഒന്ന് പണ്ഡിതനാണ്, ഒന്ന് പണമുള്ള ആളാണ്, മറ്റൊന്ന് ഇബാദത്തിൽ മുഴുകിയ ആളാണ് എന്നിങ്ങനെയുള്ള ഹദീസുകൾ പറഞ്ഞു. ആ ഹദീസ് കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു. കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോധം നശിച്ചു. മരിക്കോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം ഉണർന്നപ്പോൾ സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ, സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ ഒരു തോതിയിട്ട് സദഖ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ നന്മയുള്ള, തഖ്വയുള്ള, ഇബാദത്തുള്ള, ഈമാനുള്ള ഒരു മനുഷ്യനെ ആണ് നമ്മളിതിൽ കാണുന്നത്. തിർമിദിയിലെ 2383 ഹദീസാണ്. ഇനി സഹാബിമാർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തു പറഞ്ഞു? ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, തദ്കുറൂന കിസ്റ വ കൈസർ വ ദിമാഅഹുമാ, നിങ്ങൾ കിസ്റയെയും കൈസറിനെയും അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിനെ പറ്റിയാണോ പറയുന്നത്? വ ഇൻദക്കും മുആവിയ, നിങ്ങളുടെ കൂട്ടത്തിൽ മുആവിയല്ലേ, പിന്നെന്താ അതൊക്കെ പറയേണ്ട ആവശ്യം? അതൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യൂലേ. ആരാ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് മുആവിയ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കുന്നത്. അത്ര ചെറുപ്പാണ്. ശരി, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തക്റഹു ഇമാമത്ത മുആവിയ, മുആവിയൻ്റെ ഭരണാധികാരത്തെക്കുറിച്ച് നിങ്ങൾ വെറുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഇമാമത്തിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് നിങ്ങൾ വെറുക്കരുത്. 3, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ പിൻപറ്റുന്നവൻ എന്ന പേര് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അസ്വദ മിൻ മുആവിയ, മുആവിയനേക്കാൾ നേതാവാകാൻ പറ്റിയ നല്ല നേതൃഗുണമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബാപ്പയോ എന്ന് ചോദിച്ചു. ഉമർ വളരെ നല്ലവനാണ്, പക്ഷേ അതിനേക്കാൾ മെച്ചാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഥവാ നയപരമായ കാര്യങ്ങളിൽ ആര്? മുആവിയ എന്നാണ് സ്വന്തം മോൻ പറഞ്ഞത്. 4, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു റജലൻ കാന അഖ്ലഖ ബിൽ മുൽക്കി മിൻ മുആവിയ, രാജാക്കന്മാരുടെ സ്വഭാവ സംസ്കാരങ്ങൾ ഒത്തിണങ്ങിയ മുആവിയെപ്പോലുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളെയും കണ്ടിട്ടില്ല. എന്നാൽ മാത്രമല്ല, ലില്ലാഹി ദർറു ഇബ്നി ഹിന്ദ്, ഹിന്ദിൻ്റെ മകൻ, മാ അക്രമ ഹസ്ബുഹു വമാ അക്രമ മഖ്ദറതുഹു, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എത്ര മഹത്തരമാണ്, അദ്ദേഹത്തിൻ്റെ തറവാട് എത്ര ഉന്നതമാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹി മാ ശതമനാ അലാ മിമ്പറിൻ ഖത്തു വലാ ബിൽ അർളി. മിമ്പറിൽ വെച്ചോ നാട്ടിൽ വെച്ചോ ഞങ്ങളെ അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. അവരങ്ങനെ ആക്ഷേപിച്ചവരങ്ങനെ മിമ്പർ വന്ന് ലഅനത്ത് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നില്ലേ? അങ്ങനെ ഇല്ലാത്തതാണ്. ശരി. 5 സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ ബഅദ ഉസ്മാന അഖ്ലാ ബിൽ ഹഖ് മിൻ സാഹിബി ഹബൽ ബാബ്. ഈ വാതുക്കലുള്ള മുആവിയേക്കാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലശേഷം വിധി പറയാൻ ഏറ്റവും ബെസ്റ്റായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈഹക്കും, നിങ്ങൾക്ക് നാശം, തമസ്സകു ബിസിദ്ഖൈ മുആവിയ, മുആവിയുടെ 2 കൈയും നിങ്ങൾ പിടിച്ചോളൂ എന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു 7-മതായി, മാ റഅയ്തു അഹദൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൻ ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം ഏറ്റവും നല്ല രീതിയിൽ അസ്ബഹ സ്വലാത്തിൻ റസൂലുള്ളാഹിന്റെ നിസ്കാരം ഏറ്റവും ശരിയായി കാണിക്കുന്നത് മിൻ അമീരിക്കും ഹാദാ, നിങ്ങളുടെ ഈ അമീറാണ്, ഭരണാധികാരിയാണ്. താബിഈ പണ്ഡിതനായ സഈദ് ബിൻ മുസയ്യബ് റഹിമഹുല്ല പറയുന്നു, വയർഹം അലാ മുആവിയ, മുആവിയക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. കാന ഹഖീഖൻ അലല്ലാഹി അൻ ലാ യുനാഖിശുൽ അദാബ്, അല്ലാഹു അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്നു കസീർ റഹിമഹുല്ല അതുപോലുള്ള പണ്ഡിതന്മാർ പിന്നെ ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഇമാം അഹ്മദിനെ കോട് ചോദിച്ച ഒരാൾ, എന്ത്, ഈ മുആവിയ റളിയല്ലാഹു അൻഹു ശപിച്ചവനാണ്, സഹാബത്തിനെ ചീത്ത പറഞ്ഞ ആളാണ്, പിന്നെ നീതിമാനല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അഭിപ്രായം ഉണ്ടാവും. എന്താ നിങ്ങൾ പറയുന്നത്? അപ്പം അദ്ദേഹം പറയുന്നു, ഹാദാ ഖൗലു സൂഇൻ റദീഇൻ, ചിത്തയായ മോശമായ വാക്കാണത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യുജാനബു ഹഉലാഇൽ ഖൗം, അങ്ങനെ പറയുന്നവരുമായി അകന്നു നിൽക്കണം. വലാ യുജാലസൂൻ, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരെ സദസ്സിലിരിക്കാൻ പാടില്ല. വനുബയ്യിനു അംറഹും ലിന്നാസ്, അവരുടെ യഥാർത്ഥമായ തനിനിറം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഇബ്നു കസീർ റഹ്മഹുല്ല തൻ്റെ ചരിത്രത്തിൽ എഴുതുകയാണ്, വജ്തമഅത്തിർ റആയ അലാ ബൈഅത്തിഹി ഫീ സന 41 ഹിജ്റ, 41-ാമത്തെ വർഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ ആളുകൾ ബൈഅത്ത് ചെയ്തു. ഫലം യസൽ മുസ്തഖില്ലൻ ബിൽ അംരി ഹാദിഹി സന, അദ്ദേഹം വളരെ സ്വതന്ത്രമായി ആ വർഷം ഭരണം നടത്തി. എന്ന് മാത്രമല്ല, വൽ ജിഹാദു ഫിൽ ബിലാദിൽ അദുവ്വി ഖായിം, ശത്രു രാജ്യങ്ങളിലെല്ലാം ജിഹാദ് പോയി നടത്തി. എന്ന് മാത്രമല്ല, വകലിമത്തുല്ലാഹി ആലിയ, അള്ളാഹുവിൻ്റെ വചനം ഉന്നതമായി നിന്നു, എല്ലായിടത്തും തൗഹീദ് പുനഃസ്ഥാപിച്ചു. വൽ ഗനാഇമു തരിദു ഇലൈഹി മിൻ അത്റാഫിൽ അർദ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യുദ്ധത്തിൻ്റെ മുതലുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. വൽ മുസ്ലിമൂന മഅഹു ഫീ റാഹത്തിൻ വഅദ്ലിൻ, മുസ്ലിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു. വസഫ്ഹിൻ, മാപ്പിലും വഅഫ്വിൻ, വിട്ടുവീഴ്ചയിലുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ. ഇനി എല്ലാ സഹാബിമാരുമായും ഈ മുആവിയ റളിയല്ലാഹു അൻഹു ബന്ധം പുലർത്തി, നല്ല ബന്ധം പുലർത്തി. ഹസൻ റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും അദ്ദേഹത്തെ വന്ന് കാണുമായിരുന്നു, അങ്ങോട്ട് പകരം പാരിതോഷികങ്ങൾ കൊടുക്കുമായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു വിഷം കൊടുത്തു കൊന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് മുആവിയ വിഷം കൊടുത്തു എന്നാണ് ആരോപണം. എവിടെയും കിതാബിൽ എവിടെയും കാണാനില്ല, എവിടെ ഔദ്യോഗിക ചരിത്രങ്ങളിൽ എവിടെയും കാണാനില്ല. ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലാണ് ഇത് കാണുന്നത്. ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഇന്ന രീതിയിലാകണം ഭരണം, എലക്ഷൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിഷ്കർഷിച്ചിട്ടില്ല. 4 ഖലീഫമാർ 4 രീതിയിലാണ്
ഖിലാഫത്ത് ഏറ്റെടുത്ത്, ഖിലാഫ് അടുത്ത ആൾക്കാർക്ക് നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഖലീഫയായി, അത് ഒരു വിധത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഖലീഫയായി, അത് വേറൊരു വിധത്തിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എങ്ങനെ ഖലീഫയായി, അത് വേറൊരു വിധത്തിൽ. അലി റളിയല്ലാഹു അൻഹു എങ്ങനെ ഖലീഫയായി, അത് വേറൊരു വിധത്തിൽ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് അനുസരിച്ച് ഈ ആളുകൾക്ക് അല്ല ഖിലാഫത്ത് കിട്ടാൻ നല്ലത്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട അമവി വംശത്തിൽപ്പെട്ട സ്വന്തം മകനാണ് ഖിലാഫത്ത് കൊടുക്കാൻ നല്ലത് എന്ന് അഭിപ്രായമുണ്ടായിരുന്നു. പല സഹാബിമാരുമായും ചർച്ച ചെയ്തു എന്ന് പറയുന്നു. അത് ശരിയോ തെറ്റോ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകും. ഏതായാലും ആ യസീദിന് ബൈഅത്ത് ചെയ്തവരിൽ 61 സഹാബിമാരുണ്ട്. 61 സഹാബിമാർ യസീദിന് ബൈഅത്ത് ചെയ്തവരുണ്ട്. യസീദിൻ്റെ കാലത്ത് ആണ് ഹിജറ 61 വർഷത്തിൽ എന്തുണ്ടായത്? കർബല മുഹറം 10 കർബല യുദ്ധം ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇരുവശത്തും നല്ലവരായ മുവഹിദുകളായ മുജാഹിദുകളായ ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ വ്യക്തമാണ്. കൂഫയിൽ നിന്ന് ആയിരക്കണക്കിന് കത്തുകൾ വന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ വരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അവസാനം ആ ആളുകളൊന്നും യുദ്ധക്കളത്തിലുണ്ടായില്ല. അദ്ദേഹം പോകാനൊരുങ്ങുമ്പോൾ മാന്യന്മാരായ സഹാബിമാർ പലരും തടഞ്ഞു. പോകരുത്, നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, ഇജ്തിഹാദാണ്. ആ പണ്ഡിതന്മാരായ സഹാബിമാർ, ഒന്ന് സ്വന്തം സഹോദരൻ മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു അൻഹു, 2 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, 3 ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, 4 ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, 4 അബൂ സഈദ് റളിയല്ലാഹു അൻഹു, 5 ജാബിർ റളിയല്ലാഹു അൻഹു, 6 ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, 7 അബൂ വാഖിദ് ലൈസി റളിയല്ലാഹു അൻഹു, 8 ഉംറത്ത് ബിൻ അബ്ദുറഹ്മാൻ, 9 അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ, 10 അബ്ദുല്ലാഹി ബിൻ മുത്തീഅ്, 11 താബികളിൽപ്പെട്ട സഈദ് ബിൻ മുസയ്യബ്, 12 അംർ ബിൻ സഅദ് ബിൻ വഖാസ് തുടങ്ങി പല നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹത്തോട് പോകരുതെന്ന്. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയത് പോകണമെന്നാണ്, യുദ്ധം ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് യുദ്ധമുണ്ടായത്. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തത് ഒരു ഭാഗത്ത് യസീദിൻ്റെ പട്ടാളവും മറുഭാഗത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് കഥയിൽ നമ്മൾ കേൾക്കുന്നത് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കഴുത്തറുത്തു, അത് പാത്രത്തിൽ തളികയിലാക്കി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു, അദ്ദേഹം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അതൊക്കെ കഥകളാണ്. യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊല്ലപ്പെടാതിരിക്കാനും യുദ്ധം തരാതിരിക്കാനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, അബ്ദുള്ള നിങ്ങൾ പോയിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, ഒരു യുദ്ധം ഉണ്ടാകരുത് എന്ന് യസീദ് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ സംഭവം ശരിയായില്ല. ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. എന്താ, നിങ്ങളെ ശത്രുവായിട്ട് പരിഗണിക്കുന്ന ആളല്ലേ, പിന്നെന്താ ഞങ്ങൾ കരയണത്? അപ്പോൾ അലിയുടെ മഹത്വത്തെപ്പറ്റി, അലിയുടെ അറിവിനെപ്പറ്റിയൊക്കെ വളരെ വളരെ ദയനീയമായിട്ടാണ്, വളരെ വളരെ വേദനയോടുകൂടിയാണ് അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. അതേപോലെ ഇതും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ യസീദ് എന്ന ഭരണാധികാരി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൽ കരയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഥകളൊക്കെ ഇവിടുന്ന് വന്നു എന്ന് വെച്ചാൽ, അതുപോലെയാണ് പല കഥകളും. എങ്ങനെ വന്നോ? ഷിയാക്കൾ എന്ന് വന്നാണ്. അപ്പോൾ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം ജമാഅത്തുകാർ അതിലേക്ക് എണ്ണയൊഴിക്കുകയാണ് ചെയ്തത്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഇനി ജമാഅത്തുകാർക്ക് അവരെ നയം പ്രഖ്യാപിക്കാം. അൽ ഖിലാഫത്ത് വൽ മുൽക്ക് എന്ന ഉറുദു പുസ്തകത്തിൽ അതിൻ്റെ അറബി പരിഭാഷയിൽ മൗലാന മൗദൂദി റഹിമഹുല്ലാ സഹാബത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ജമാഅത്തുകാർ എന്തു പറയുന്നു?
ഇസ്ലാമിക ലോകം പറയുന്നത് നമ്മൾ കേട്ടു. ഇനി എന്ത് പറയണം? അപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. പ്രസംഗകൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഖുർആൻ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ യുഗത്തോടുകൂടി അപ്രത്യക്ഷമായി അവഗണിക്കപ്പെട്ടു എന്നാണ്. അത് പച്ചക്കള്ളമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല. കാരണം ഖുർആന്റെ ഈ നിരന്തര യാത്രയിൽ മുആവിയ എന്നൊരു വിഷയമില്ല, മുആവിയൻ യുഗം എന്നൊരു യുഗമില്ല. സഹാബത്ത്, താബീകള്, താബീകള്, ഖുർആൻ മുഫസ്സിറുകള്, ഫുഖഹാ, അങ്ങനെ തുടർന്നു പോരുകയാണ്. അവരെല്ലാവരും നല്ല രീതിയിലാണ് ഖുർആനെ കൈകാര്യം ചെയ്തത്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുർആനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകമായ വാക്ക് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ഖുർആനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. മുസാഫ് നശിപ്പിച്ചു എന്നല്ല, ഖുർആനിൽ ഏത് ആയത്തിനെയാണ് മുആവിയ തമസ്കരിച്ചത്, തിരസ്കരിച്ചത്, തള്ളിക്കളഞ്ഞത്, നശിപ്പിച്ചത്? ഇല്ല. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അയാൾ സഹാബി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്. 253 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് റിപ്പോർട്ടുകളുണ്ട്. ഒരൊറ്റ ഹദീസിലും മുആവിയ റളിയല്ലാഹു അൻഹു സഹാബി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ വ്യാഖ്യാനിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ അത് ഞാൻ മുഴുവനാക്കാതെ ഇങ്ങോട്ട് വെച്ചല്ലോ. എന്താ? തഖ്തുലുഹും വൽ ഫിഅത്തുൽ ബാഗിയ, ക്രമം വിട്ട് പെരുമാറുന്ന അതിക്രമികളായ ഒരു വിഭാഗം ആളുകൾ ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ. ശരി, അപ്പം എന്താണ് അതിക്രമി എന്ന് പറഞ്ഞില്ലേന്നാ? അപ്പം അതിക്രമി എന്ന് പറഞ്ഞാൽ സഹാബി അല്ല എന്നാ? ആ ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലെ 9-ാമത്തെ ആയത്ത് നമ്മൾ ഓതിയല്ലോ, വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, മുഅ്മിനുകളിൽപ്പെട്ട ആൾക്കാർ, ഫഇൻ ബഗത്, അവർ അതിക്രമം കാണിച്ചാൽ, അപ്പോൾ അവരാരാ? മുഅ്മിനുകൾ. അതിൻ്റെ തൊട്ട് മേലുള്ള ആയത്ത് നോക്കിയേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ. ഒരു ഫാസിഖ്, എന്താ ഫാസിഖ്? എന്താ? അധർമ്മി, തെമ്മാടി. നിങ്ങളടുക്കൽ ഒരു വിവരവുമായി വന്നാൽ ഫതബയ്യനൂ, നിങ്ങൾ വിശദമായി അന്വേഷിക്കണം. ഇതാരെ പറ്റിയാ? ഒരു സഹാബിയെ പറ്റിയാണ്. ആരാ സഹാബി? ബനുൽ മുസ്തലഖ് ഗോത്രത്തിലേക്ക് സകാത്ത് പിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹ് ഇബ്നുൽ ലുത്ബിയ എന്ന സഹാബിയെയോ വേറൊരു സഹാബിയോ, പേര് ഓർമ്മയില്ല, അയച്ചു. ലേശം കാലം വൈകിപ്പോയിരുന്നു. ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ സകാത്തിന്റെ ആള് വാങ്ങാൻ വരാഞ്ഞിട്ട് ഒട്ടകങ്ങളൊക്കെ മാറ്റിവെച്ചു, ഗോതമ്പൊക്കെ മാറ്റിവെച്ചു, പൈസയൊക്കെ മാറ്റിവെച്ചു, ആളെ കാണാനില്ല. അപ്പം അവർ കെട്ടും മാറാ പോയിട്ടൊക്കെ ഇങ്ങോട്ട് വരികയാണ്. എവിടേക്ക്? മദീനത്തേക്ക്. ഈ ആൾ അങ്ങോട്ടും വരുന്നു. ഇയാളെന്താ വിചാരിച്ചത്? അവർ നമ്മളെ സകാത്ത് പിരിക്കാൻ ചെല്ലുന്ന നമ്മളെ തല്ലാൻ കൊല്ലാൻ വരികയാണെന്നാ. ഓടി റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, ദാ ഓലി നമ്മക്കെതിരെ യുദ്ധത്തിന് വരുന്നുണ്ട്. കേട്ട ഉടനെ മറ്റൊന്നും ചിന്തിക്കാതെ, നല്ലൊരു സഹാബിയല്ലേ പറഞ്ഞത്, എന്നിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങാൻ പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങിയത്. അപ്പം എന്ത് ചെയ്യണം? ഫതബയ്യനൂ, നിങ്ങൾ ശരിക്ക് അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, അറിവില്ലായ്മ കൊണ്ടെങ്ങാനും നിങ്ങൾ ഒരു കൂട്ടരെ കടന്നാക്രമിക്കാതിരിക്കാൻ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തതിനെപ്പറ്റി നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ. അതെങ്ങാനും യുദ്ധമായിക്കണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഈ വാക്ക് പറഞ്ഞ ആളെ റസൂലല്ല, അള്ളാഹു അധർമ്മി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സഹാബി അല്ലാതായോ? ഈ ആള് സഹാബി അല്ലാതായി മാറുമോ? ഇല്ല. ഈ ആള് മുഅ്മിൻ അല്ലാതായി മാറുമോ? ഇല്ല. അയാൾക്കൊരബദ്ധം പറ്റിയതാണ്, അല്ലേ? അപ്പോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് കാരണമായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാഫിർ എന്നോ സഹാബിയല്ല എന്നോ പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ യുദ്ധം നടക്കുന്നു, രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടക്കുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ടവർ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി എന്നുള്ള സത്യമാണ്. എന്നിട്ടോ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൻ്റെ വിവരമറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന അതാര് പറഞ്ഞു? ശിയാക്കൾ പറഞ്ഞു. സഹിഹായ റിപ്പോർട്ടുകളാണോ? അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾക്ക് എങ്ങനെ റളിയല്ലാഹു അൻഹു ചെല്ലും എന്നാണ്. ഇത്
ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാവരും സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് വ്യക്തമാണ് അല്ലേ? ബിദ്അത്തിനെ പറ്റി നമ്മുടെ പ്രസംഗകൻ ഒരു ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത് വല്ലവരും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണം എന്നാണ്. എന്നിട്ട് അമ്ര എന്ന് പറഞ്ഞാൽ ഭരണാധികാരം എന്നാണ് ഈ പ്രസംഗകൻ അർത്ഥം പറഞ്ഞത്. സലഫുസ്വാലിഹ് മുഴുവൻ ഫീ അമ്രിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദീൻ കാര്യം, മൗലീദായാലും റാത്തീബായാലും ഏത് അനാചാരമായാലും സലഫുസ്വാലിഹിൽപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അത് ബിദ്അത്താണെന്നതിന് ഈ ഹദീസ് അവതരിക്കുന്നത്. നമ്മുടെ ഈ കാര്യം തന്നെ